മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനുമായ ശ്രീ മമ്മൂട്ടി ഏർപ്പെടുത്തിയ പ്രത്യേക പുരസ്കാരമാണ്. നിപ വൈറസ് ബാധിതരെ ചികിത്സിക്കുന്നതിനിടെ ജീവൻ ത്യജിക്കേണ്ടി വന്ന നഴ്സ് ലിനിക്കുള്ള മരണാനന്തര ബഹുമതിയാണിത്. കേരളത്തിൻ്റെ ആകെ കണ്ണുനീർത്തുള്ളിയായി മാറിയ ലിനിയുടെ ഒരു ഓർമ്മചിത്രം ഇപ്പോൾ കാണാം. ലിനി രണ്ടക്ഷരമുള്ള ഒരു നന്മയുടെ പേരാണ്. സ്വന്തം ജീവനേക്കാൾ വലുതാണ് പ്രിയപ്പെട്ടവരുടെയും ചുറ്റുമുള്ളവരുടെയും ജീവനെന്ന് തിരിച്ചറിഞ്ഞ ഒരു മാലാഖയുടെ പേര്. ഒരു മഹാമാരിക്കും കവർന്നെടുക്കാൻ കഴിയാത്ത ആർദ്ര സ്നേഹത്തിന്റെ പേര്. കേരളം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട മകളുടെ പേര്. ലിനി പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക നഴ്സായിരുന്നു. മെയ് 19 വൈകുന്നേരം ഇളയ മകൻ സിദ്ധാർത്ഥിനെ പാലൂട്ടിയ ശേഷമാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയത്. നിപ ബാധിതരായ 3 പേർ ആശുപത്രിയിലുണ്ടായിരുന്നു. രാത്രി മുഴുവൻ അവരെ പരിചരിച്ചു. പുലർച്ചെ ലിനിക്കും പനി പിടിപെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ലിനിക്ക് പറയാനുണ്ടായിരുന്നത് ഇത്രമാത്രം: എനിക്ക് നിപ ബാധിച്ചിട്ടുണ്ട്, എന്നെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റണം. ആശുപത്രിയിൽ കാണാനെത്തിയ അമ്മയെയും സഹോദരിയെയും അടുത്തു വരാൻ ലിനി സമ്മതിച്ചില്ല. ഗൾഫിൽ നിന്നെത്തിയ ഭർത്താവ് സജീഷിന് മാത്രമാണ് അവസാനമായിട്ടൊരു നോക്ക് കാണാനായത്. തന്നിൽ നിന്ന് ആർക്കും രോഗം പകരരുത് എന്നത് ലിനിയുടെ അന്ത്യാഭിലാഷം പോലെ വീട്ടുകാർ ഏറ്റെടുത്തു. ലിനിയുടെ മൃതദേഹം വീട്ടിലേക്ക് പോലും കൊണ്ടുപോകാതെ അവർ കോഴിക്കോട് വൈദ്യുത ശ്മശാനത്തിൽ സംസ്കരിച്ചു. മരണക്കിടക്കയിൽ നിന്ന് സജീഷിന് ലിനി എഴുതി നൽകിയൊരു കത്തുണ്ട്. ജീവിക്കാൻ തുടങ്ങിയ പ്രായത്തിൽ ജോലി ചെയ്തതുമൂലം കയ്യേൽക്കേണ്ടി വന്ന ഒരു മരണത്തെ ഒരു പരാതിയുമില്ലാതെ ഒരു പേടിയുമില്ലാതെ അവൾ വരവേറ്റു എന്നതിന് ആ വരികൾ സാക്ഷി. സജീഷേട്ടാ, ഐ എം ഓൾമോസ്റ്റ് ഓൺ ദ വേ. നിങ്ങളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോറി. നമ്മുടെ മക്കളെ നന്നായി നോക്കണേ. പാവം കുഞ്ചു, അവനെ ഒന്ന് ഗൾഫിൽ കൊണ്ടുപോകണേ. നമ്മുടെ അച്ഛനെ പോലെ തനിച്ചാകരുത് പ്ലീസ്. വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, ഉമ്മ. സജീഷ് ഇന്ന് തനിച്ചല്ല. 5 വയസ്സുകാരൻ ഋഥിലും 2 വയസ്സുകാരൻ സിദ്ധാർത്ഥും തനിച്ചല്ല. അവർക്കൊപ്പമുണ്ട് കേരളം. കേരളത്തിന്റെ പ്രിയപ്പെട്ട മകളെ, നീ ഇന്നും നിറപുഞ്ചിരിയോടെ ജീവിക്കുന്നു 3.5 കോടി മലയാളികളുടെ നെഞ്ചകങ്ങളിൽ. കൈരളി ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം കേരളത്തിന്റെ വിളക്കേന്തിയ വനിതയ്ക്ക്. പ്രിയപ്പെട്ട ലിനിയുടെ പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അവരുടെ സാന്നിധ്യം ഈ വേദിയിൽ ഞങ്ങൾ
ഇങ്ങനെയൊരു അവാർഡ് ലിനിക്ക് നൽകാൻ തീരുമാനിച്ച കൈരളി പീപ്പിൾ ചാനലിൻ്റെ ഭാരവാഹികൾക്ക് ഒരുപാട് നന്ദി. ലിനി ഒരു നേഴ്സ് എന്നതിലുപരി ഒരുപാട് മാതൃകകൾ ഞങ്ങൾക്കും അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും തന്നതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു അവാർഡിന് ഞങ്ങളെ ക്ഷണിച്ചതും ലിനിക്കായി ഇങ്ങനൊരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ നിപ പ്രതിരോധത്തിൽ മുൻകൈയിൽ നിന്ന ഡോക്ടർ അനൂപ് അവരൊക്കെ കണ്ട സമയത്ത് ആ പഴയ നിപ്പയുള്ള ആ ഭീതി സമയത്ത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നൊരു സമയത്തെ ഒന്നുകൂടി ഓർമ്മിച്ചെടുത്തു. ആ സമയത്ത് ഒരുപാട് ഒറ്റപ്പെടലുകളും അതേപോലെ തന്നെ ഭയവുമുള്ളൊരു സമയത്ത് ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങൾക്കൊരുപാട് ആശ്വാസവാക്കുകൾ തന്ന ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചാനലുകളും അതിലുപരി ഇവിടുത്തെ ഗവൺമെൻറ്റും. അതിൽ കൈരളി പീപ്പിളുള്ള അവർ ഞങ്ങളെ ആദ്യമായി വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസവാക്കുകൾ തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ ഓർമ്മിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞാൻ ബഹറിനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലിനിയുടെ മരണത്തിൻ്റെ തലേ ദിവസമാണ് ഇവിടത്തേക്ക് വന്നത്. ഇപ്പോൾ ഞാനൊരു ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ അവിടെയുള്ള സമയത്ത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമാക്കുക ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുമ ബഹ്റിൻ എന്നൊരു സൗഹൃദ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രളയത്തിന് ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബഹ്റിനിൽ നിന്നും ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള ഞാനടക്കമുള്ള മെമ്പേഴ്സ് നൽകിയിട്ടുള്ള ഒരു ചെറിയൊരു കൈത്താങ്ങ് ഞാനിവിടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്നു. ഏകദേശം 1 ലക്ഷം രൂപ ഉണ്ട്. നന്ദി സതീഷ്. ലോകം മുഴുവനുമുള്ള മലയാളികളുടെ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാവും. സമാധാനിക്കുക, ആശ്വാസപ്പെടുക.